നടിയെ ആക്രമിച്ച കേസിലെ കുറ്റവാളികൾക്കുള്ള ശിക്ഷാവിധിയിന്മേലുള്ള വാദം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 3:30 അവർക്കുള്ള ശിക്ഷ കൊച്ചിയിലെ കോടതി വിധിക്കുകയാണ്. ഇന്ന് നടന്നിട്ടുള്ള ഈ ശിക്ഷാവിധിയിന്മേലുള്ള വാദത്തെ പൊതുവായി നമുക്ക് എങ്ങനെ സംഗ്രഹിക്കാം? അതിൽ ഈ പ്രോസിക്യൂഷന് ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞോ? മൊത്തത്തിൽ അത് കാണുമ്പോൾ നിഷാദ്, ശിക്ഷാവിധിയിലുള്ള വാദം എന്നുള്ളത് സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണ്. സാധാരണ ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്ന മുറക്ക് തന്നെ അവർക്കുള്ള ശിക്ഷയും ഏറെക്കുറെ ഒരു ജഡ്ജിയുടെ മനസ്സിൽ രൂപപ്പെട്ടിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഇപ്പോൾ ശിക്ഷാവിധിയിലുള്ള വാദം 1 മണിക്ക് അവസാനിച്ച് 2.5 മണിക്കൂറിന് ശേഷം അവർ ശിക്ഷ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് വളരെ അത്യപൂർവമായി മാത്രമേ ഒരു ജഡ്ജിയുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കൂ. അത്രമാത്രം ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വാദങ്ങൾ ഈ 1.5 മണിക്കൂറിൽ നടന്നു എന്ന് നിശ്ചയിക്കാനാവില്ല. പിന്നീട് ജഡ്ജി ഉന്നയിച്ച ചില ചോദ്യങ്ങൾ അത് നമ്മുടെ നിയമവ്യവഹാരങ്ങളുടെ ഒരു ഭാഗമാണ്. വളരെ നിഷ്കളങ്കമായും യുക്തിപൂർവമായും ചില ചോദ്യങ്ങൾ ജഡ്ജിമാർ ചോദിക്കും. അത് ജഡ്ജി തൻ്റെ പൊസിഷൻ, തൻ്റെ നിലപാട്, അല്ലെങ്കിൽ തൻ്റെ ഇതിനകത്തുള്ള ഒരു കാഴ്ചപ്പാട് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതാണ്. അല്ലെങ്കിൽ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പരമാവധി വിവരങ്ങൾ, അതിൻ്റെ കൗണ്ടർ എന്താണ് എന്ന് തിരയുന്നതാണ്. അങ്ങനെ പലതരത്തിലുള്ള യുക്തി വിചാരങ്ങളിലൂടെ കടന്നുപോയാണ് ഒരു ജഡ്ജി തീരുമാനമെടുക്കുന്നത്. നേരത്തെ അവർ ഒരുപക്ഷെ ഒരു ജഡ്ജ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ശരിയാണോ എന്ന് ഉറപ്പിക്കുന്ന ഒരു പണി കൂടിയായിരിക്കാം ചിലപ്പോൾ ഈ ജഡ്ജ്മെന്റിന്റെ തൊട്ടു മുമ്പുള്ള ഈ വാദം, ശിക്ഷാവിധിയിലുള്ള ഈ വാദത്തിൽ നടന്നിട്ടുണ്ടാവുക. ആ അർത്ഥത്തിൽ എല്ലാ വശങ്ങളിലേക്കും ചർച്ച പോയി എന്നൊന്നും പറയില്ലെങ്കിലും ചില യുക്തികൾ ഉന്നയിക്കപ്പെട്ടു. അതായത് പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ഈ കോടതിയിൽ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ കോടതി ദിലീപിനെ കുറ്റയുക്തനായി വെറുതെ വിട്ടു. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റു പ്രതികളും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ നിൽക്കുക തുടങ്ങിയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് കേൾക്കുന്ന ആളുകൾക്ക് അതൊരു ഗൗരവമുള്ള ചോദ്യമല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ കേസിൻ്റെ വർഷങ്ങളായിട്ടുള്ള വാദത്തിനിടയിൽ പലതവണ പല രീതിയിൽ ചോദിച്ച ചില ചോദ്യങ്ങളായിരിക്കാം ഇത്. നമുക്കറിയാം, ഇന്നും മാത്രമാണിത് ഒരു തുറന്ന കോടതിയിൽ ഒരു വാദം നടക്കുന്നത്. നേരത്തെ പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന് കണ്ടെത്തിയ ആ ഒരു സിറ്റിങ്ങിലാണ് മാധ്യമങ്ങൾക്ക് പ്രവേശനമുണ്ടായത്. 2ാം തവണയാണ് ഇന്നിപ്പോൾ പ്രവേശനം. അതിനു മുമ്പുള്ള എല്ലാ വാദങ്ങളും അടച്ചിട്ട കോടതിയിലാണ് നടന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് കോടതി മുറിയിൽ നടന്നതെന്ന് സംബന്ധിച്ച വലിയ ചർച്ചകളും ഊഹാപോഹങ്ങളും പുറത്തു നടന്നതും. ഇന്ന് രാവിലെ അതിജീവിതയുടെ അഭിഭാഷകയായ TB മിനി വളരെ വികാരനിർഭരമായി തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന രീതിയിൽ പ്രതികരിക്കുന്നത് കണ്ടു. ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരം വരെ തനിക്കൊന്നും പ്രതികരിക്കാൻ കഴിയില്ല, താൻ അതിജീവിതയുടെ അഭിഭാഷകയാണ്, അത് കഴിഞ്ഞതിന് ശേഷം തനിക്ക് ചിലത് പറയാനുണ്ട് എന്നുകൂടി ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ പറഞ്ഞാണ് അവർ പോയത്. അവരുടെ കൂടി പ്രതികരണങ്ങൾ ഈ ശിക്ഷാവിധിക്ക് ശേഷം വരും. ആ അർത്ഥത്തിൽ ഈ കേസ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് മേൽക്കോടതികളിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ കേരളീയ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജഡ്ജി തന്റെ തീർപ്പുകളെ ഏതെല്ലാം അർത്ഥത്തിൽ ന്യായീകരിക്കുന്നു, അതിനെന്തെല്ലാം യുക്തികൾ നൽകുന്നു, ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത്, അല്ലെങ്കിൽ പൾസർ സുനിക്ക് നൽകുന്ന ശിക്ഷയുടെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം തന്നെ ഒരു വലിയ നിയമവ്യവഹാരങ്ങളിലേക്ക് വീണ്ടും കടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ നമ്മൾ കേരളീയ സമൂഹത്തിൽ അത് വീണ്ടും വലിയ ചർച്ചകൾക്കും വഴിവെക്കും. ആ അർത്ഥത്തിൽ ഈ കേസിൽ ജഡ്ജിയുടെ ഒരു പരാമർശം പോലും വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. അതിപ്പോൾ ഇന്ന് തുറന്ന കോടതിയിൽ അവർ നടത്തിയ പരാമർശങ്ങളും ചർച്ചയായി. അതായത് പൾസർ സുനിയും മറ്റുള്ളവരും ഒരേപോലെ കുറ്റം ചെയ്തു എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ നിരപരാധികളാണോ അല്ലെങ്കിൽ ചെറിയ കുറ്റമാണോ ചെയ്ത് എന്ന രീതിയിലുള്ളൊരു കൗണ്ടർ ചോദ്യമാണ്. നിയമവ്യവഹാരങ്ങളെക്കുറിച്ച് കാര്യമായ ധാരണയില്ലാത്തവർ ഇതെല്ലാം ഒരുപക്ഷെ ഒരു പാതകമായി പുറത്ത് ഉന്നയിച്ചേക്കാം. എന്തായാലും അവർക്കതൊരു പ്രശ്നമല്ല. അവർ ശക്തമായ നടപടി ഉണ്ടാകും. കോടതിയലക്ഷ്യ നടപടികൾ ഉണ്ടായാൽ അല്ലെങ്കിൽ കോടതിയെ അപമാനിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകും എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടർ TVക്കും ഒപ്പം തന്നെ ബാലചന്ദ്രകുമാറിനും അതുപോലെ തന്നെ DVS ബൈജു എം പൗലോസിന് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കോടതിയലക്ഷ്യ നടപടികൾ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട്. എന്തായിരിക്കും ഇവർക്കുള്ള ശിക്ഷ എന്ന് കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ ദിലീപിനെ കുറ്റവിമുക്തനാക്കാൻ ഹണിയം വർഗീസിന്റെ കോടതി കണ്ടെത്തിയിട്ടുള്ള ന്യായങ്ങൾ എന്തൊക്കെയാണ് എന്നതും ആ വിധി പ്രസ്താവം വരുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുക.